എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാര്യ കമലയുടെ പെൻഷൻ തുക വെച്ച് മോൾ വീണ ബംഗളൂരുവിൽ ചെറിയ കമ്പനി തുടങ്ങിയെന്നല്ലേ മുഖ്യമന്ത്രി മിസ്റ്റർ വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. 78,47,153 രൂപയാണോ കമല ടീച്ചർക്ക് പെൻഷൻ ആനുകൂല്യമായി കിട്ടിയത്? നിയമസഭയിൽ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ വേണ്ടേ? പാർട്ടി അണികൾ ഇമാതിരി തള്ളലുകൾ വെള്ളം തൊടാതെ വിഴുങ്ങും. പക്ഷേ മലയാളികളെല്ലാം അങ്ങനെയാണെന്ന് കരുതിയാൽ സത്യം വിളിച്ചു പറയുന്ന രേഖകൾ പുറത്തു വരും. ഒരു കള്ളം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പല പല കള്ളങ്ങൾ പിറകെ പറയേണ്ടി വരും. ഒടുവിൽ കെട്ടിപ്പൊക്കിയ പെരും നുണകളുടെ കോട്ടകളെല്ലാം പൊളിഞ്ഞു വീഴും. അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് ഇന്നും AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. അടച്ചുപൂട്ടിയ കടലാസ് കമ്പനി എക്സാലോജിക് SFIO അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ബാലൻ സഖാവ് അറിഞ്ഞു കാണില്ല. നമുക്ക് പരിശോധിക്കാം. കള്ളം പറയുന്നവനല്ലേ കാരണഭൂതൻ. SFIO അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച ഷോൺ ജോർജ്, സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി KM ഷാജഹാൻ, സംവാദകൻ ശ്രീജിത്ത് പണിക്ക, BJP വക്താവ് ശ്യാംരാജ്, LDF പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവ അതിഥികളാകുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഷോൺ, എക്സാലോജിക്കിൻ്റെ ബാലൻസ് ഷീറ്റിൽ തന്നെ മുഖ്യൻ്റെ മകൾ കമ്പനി തുടങ്ങാൻ 78 ലക്ഷത്തിൽ പരം വായ്പ എടുത്തതായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം അമ്മയിൽ നിന്നാണോ വീണ വായ്പ സ്വീകരിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ 78 ലക്ഷത്തിൽ പരം രൂപ പെൻഷൻ തുകയായി കമല ടീച്ചർക്ക് കിട്ടിയോ? ഇത്രയും തുകയുടെ കൈമാറ്റം ബാങ്ക് വഴിയോ ആണോ നടന്നത്? മാത്രമല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സോഴ്സ് എന്താണ്? ഇതെല്ലാം ഇപ്പോഴും ഇങ്ങനെ എന്താ പറയേണ്ടത്, ആർക്കും പിടികിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്, ഒളിച്ച് നിർത്തുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത വീണയ്ക്കുണ്ട്, മുഖ്യമന്ത്രി പിണറായിക്കുണ്ട്. ഇപ്പോഴിത് ഏറ്റവും ഒടുവിൽ SFIO അന്വേഷണത്തിനെതിരെ ബംഗളൂരു ഹൈക്കോടതി, കർണാടക ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. വടിയിൽ കനമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് വഴിയിൽ ആരെയും ഭയക്കുന്നില്ല എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകളാണ് ഇപ്പോൾ SFIO അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്, അതും കർണാടകത്തിൽ. ഷോൺ, ഈ ഡെവലപ്മെൻറ്റ്സിനെ എങ്ങനെ കാണുന്നു താങ്കൾ? ഇതൊരു മുഖ്യമന്ത്രി പറയുന്ന ഒരു ടെക്നിക്കാലിറ്റി അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചില്ല. കാരണം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന 1 ലക്ഷം രൂപ മാത്രമാണ് ഈ കമ്പനി രൂപീകരണ സമയത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നതിന്റെ കൃത്യമായ വാക്കുകൾ കടമെടുത്താൽ മകളോട് നീ പോയൊരു കമ്പനി തുടങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടയർമെന്റ് ബെനിഫിറ്റായി കിട്ടിയ പണം എടുത്ത് വീണയിൽ ഏൽപ്പിച്ചു. അപ്പൊ വീണയുടെ കമ്പനിയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വീണ ഈ കമ്പനിയിലേക്ക് ലോൺ എമൗണ്ട് ആയി കൊണ്ടുവന്നിട്ടുള്ളത് 78,47,153 രൂപയാണ്. ഈ പണത്തിന്റെ അത് ആര് കൊടുത്തു, എവിടെ നിന്ന് വന്നു? ഇപ്പൊ പറഞ്ഞ പോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റായി 78 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റായി കമല തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന കമല വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന് മാത്രമല്ല, ഈ എക്സാലോജിക് എന്ന് പറയുന്ന ഇപ്പോ SFIO അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള കമ്പനിയുടെ ഗ്യാരണ്ടിയർ കൂടിയാണ്. അതായത് വീണ അവൈലബിൾ അല്ലെങ്കിൽ അടുത്ത നോട്ടീസ് ലഭിക്കാൻ പോകുന്ന ഗ്യാരണ്ടിയർക്കാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് എക്സാലോജിക് കമ്പനിയുടെ ഗ്യാരണ്ടിയർ എന്നിവിടെ പലരും പരാമർശിക്കുക അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉള്ള കമല വിജയന് എത്ര ലക്ഷം രൂപയാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്? അതിൽ എത്ര ലക്ഷം രൂപയാണ്
വീണ വിജയന് കമ്പനി തുടങ്ങാൻ എന്താണെങ്കിൽ 1 ലക്ഷം രൂപയുമായി ഷെയർ ക്യാപിറ്റലുമായി ബാംഗ്ലൂർ പോലെ ഒരു പട്ടണത്തിൽ ഒരു IT കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ലോജിക്കലായ ഒരു കാര്യമല്ല. അപ്പൊ എത്ര രൂപയാണ് കൊടുത്തത്? ആ കൊടുത്തത് പൂർണ്ണമായി ഇവിടുന്നാണോ? മാത്രമല്ല ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന പൈസ പൂർണ്ണമായും അക്കൗണ്ടിൽ ലഭിക്കുന്ന പൈസയാണ്. അപ്പൊ അക്കൗണ്ടിൽ നിന്നും എത്ര രൂപയാണ് വീണയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? വീണയുടെ കയ്യിൽ എന്താണെങ്കിലും 78,47,153 രൂപ വീണ ലോണായി കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ പണമൊന്നുമല്ല, അത് മുഖ്യമന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വേറെ പണമൊന്നുമല്ല. എന്റെ ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റായി കിട്ടിയ പണമാണ് വീണ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ 78,47,153 രൂപ കൃത്യമായും കമല വിജയൻ കൊടുത്തതാന്നുള്ളത് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഈ 78 ലക്ഷം രൂപ എവിടെ നിന്നും ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് കേരളത്തിൽ IASകാർക്ക് പോലും ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ് 78 ലക്ഷം രൂപ കിട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ തുക എവിടുന്ന് വന്നു എന്ന് മുഖ്യമന്ത്രി പറയണം. അല്ലെങ്കിൽ ഇവർ ലോൺ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇപ്പൊ അവരുടെ എൻട്രിയിൽ ബഹുമാനപ്പെട്ട സഖാവ് ഷാജഹാൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി NBFCയിൽ നിന്നും ഞാൻ എന്റെ രേഖകൾ കളക്ട് ചെയ്ത് ഞാൻ അതിനെതിരെ ഞാനൊരു പരാതി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് ഞാൻ നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ മേൽ കൃത്യമായി കാണിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു 77 ലക്ഷം രൂപയുടെ എൻട്രി കൃത്യമായി കർത്തയും, അതായത് CMRLന്റെ ഉടമസ്ഥരായ കർത്തയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഡയറക്ടർമാരായ കമ്പനിയിൽ നിന്നും വീണയുടെ കമ്പനിയിലേക്ക് എൻട്രി ആയി വന്നിട്ടുണ്ട്. അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. പക്ഷേ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ, ആ 2 കമ്പനി തമ്മിലുള്ള സുതാര്യമായ ഇടപാടുകൾക്കിടയിൽ പിന്നെ എന്തിനാണ് ആ കമ്പനിയുടെ ഓണർമാർക്ക് അവകാശമുള്ള അവരുടെ ഓണർഷിപ്പിലുള്ള NBFCയിൽ നിന്നും അൺസെക്വേർഡ് ലോൺ, കൃത്യമായി പറഞ്ഞാൽ യാതൊരു ഈടും ഇല്ലാത്ത വിശ്വസ്തതയിൽ പുറത്ത് മാത്രം കൊടുക്കുന്ന ഒരു അൺസെക്വേർഡ് ലോൺ 77 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് ആർക്കും ബോധ്യപ്പെടുന്ന രേഖയാണത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജി കമ്പനിയുടെ സിംഗിൾ ഡയറക്ടർ ആയിട്ടുള്ള വീണ വിജയൻ, വീണ ടി, ഇന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മിനിങ്ങാന്ന് ഇതേ വീണ തന്നെയാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും KSADC ആണ്. പക്ഷെ KSADCയുടെ ആവശ്യവും എന്തായിരുന്നു? എക്സിബിറ്റ് P12 ആയിട്ട് KSADC കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട എക്സിബിറ്റ് P12 എന്ന് പറയുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് SFIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഓർഡറാണ് യഥാർത്ഥത്തിൽ അവർ ചലഞ്ച് ചെയ്തത്. അതിനെ സ്റ്റേ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി KSADCയോട് ആവശ്യപ്പെട്ടത് എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്ന് പച്ചയ്ക്ക് ചോദിച്ച് വിട്ട അതേ പെറ്റീഷൻ ഒന്ന് പേര് മാറി റെസ്പോണ്ടന്റ്, ഇവിടുത്തെ എന്റെ പെറ്റീഷനിൽ റെസ്പോണ്ടന്റ് 4 എന്നുള്ളത് 5 ആയി കൃത്യമായി എക്സാലോജി കമ്പനി ഇന്ന് ഒരു പരാതി ജൂറിസ്ഡിക്ഷൻ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തുള്ള കമ്പനി എന്ന നിലയിൽ, അവിടെ വീണയുടെ കമ്പനി ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത കമ്പനി എന്ന നിലയിൽ അവർക്ക് അവിടെ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതേ പരാതി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരാതി ഒരു റിട്ടാണ് അവിടെ ഫയൽ ചെയ്തിട്ടുള്ളത്. എന്റെ ഉറച്ച വിശ്വാസം ഒരു കോടതിയും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ അന്വേഷണത്തിൽ ഇടപെടാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ്. ഇത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു മാറ്റർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ആധികാരികമായി ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ കഴിഞ്ഞ 6 മാസക്കാലമായി നമ്മൾ കേട്ടിട്ടുള്ള വളരെ വിഖ്യാതമായ ഡയലോഗുകൾ നമുക്കറിയാം. മടിയിൽ കനമുള്ളവന് ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ, അതുപോലെ എന്റെ കൈകൾ ശുദ്ധമാണ്, ഞാൻ അല്പം തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ എവിടെയെങ്കിലും അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടില്ല. എങ്കിൽ തന്നെയാണെങ്കിലും ഈ ഡയലോഗുകളൊക്കെ കൃത്യമായി കേരള സമൂഹത്തിന് മുമ്പിൽ പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അന്വേഷണത്തെ ഭയന്നുകൊണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, 31-ാം തീയതിയാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്. 31 മുതൽ 8-ാം തീയതി വരെ ഇവർക്ക് കോടതിയിൽ പോകാനുള്ള സാഹചര്യമാണ്. പക്ഷേ KSADCയിലും CMRLലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡിൽ നിന്നും നിർണായകമായ രേഖകൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരും അവിടെയുള്ള ആളുകളൊക്കെ ഇവരുടെ ആളുകളാണല്ലോ. അപ്പൊ നിർണായകമായ രേഖകൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 8-ാം തീയതി. ഈ 31-ാം തീയതിനു ശേഷം 2-ാം തീയതി 3-ാം തീയതി ഒക്കെ കോടതി ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2, 3, 4, 5 വരെ കോടതി ഉണ്ടായിരുന്നു, 4 വരെ കോടതി ഉണ്ടായിരുന്നു. അപ്പൊ അതെപ്പോഴൊന്നും സമീപിക്കാതെ ഇപ്പൊ പോകണമെന്നുണ്ടെങ്കിൽ CMRലും KSADCയിലും നടന്നിട്ടുള്ള റെയ്ഡിൽ എക്സാലോജിക്കിനെതിരെ നിർണായകമായ രേഖകൾ
തെളിവുകൾ SFIക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുള്ളത്. ശ്രീജിത്ത് പണിക്ക് അതിന് തന്നെയല്ലേ സാധ്യത അല്ലേ? എന്തെങ്കിലും ഒരു ആശ്വാസം കേരള ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് കരുതി ഇന്നിതാ KSIDC തന്നെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ആകെ ഇതിൽ ലാഭം ഉണ്ടായിരിക്കുന്നത് വൈദ്യനാഥനാണ്, അഡ്വക്കേറ്റ് വൈദ്യനാഥന്. ഇപ്പോൾ 50 ലക്ഷം രൂപ കിട്ടി. ഇനിയിപ്പോൾ ഇതാ 12-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ഒരു 25 ലക്ഷം കൂടെ കൊടുക്കേണ്ടി വരുന്നു, 75 ലക്ഷം. അദ്ദേഹം ഹാപ്പി. ഇവിടെ പ്രതീക്ഷിച്ച ഒരു ആശ്വാസം വീണയ്ക്ക് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് കരുതുന്നുണ്ടോ ശ്രീജിത്ത്? ശ്രീ അനിൽ, ആ രീതിയിലത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം വളരെ നിയമപരമായിട്ടുള്ള ഒരു എൻക്വയറിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രമക്കേട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ എൻക്വയറി ചെയ്യുന്ന ആൾക്കാരുടെ ആരോപണമല്ല, അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് വന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ കൃത്യമായിട്ട് ആദ്യം ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു കണ്ടെത്തലാണ്, അതൊരു ആരോപണമായിരുന്നില്ല. ആ കണ്ടെത്തലിനെ തുടർന്നാണ് ശ്രീ ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട പരാതികളുമായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുന്ന സമയത്താണ് അതിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻക്വയറി ഉണ്ടാകുന്നത്. ആ എൻക്വയറി പോലും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 2 സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവിധ കമ്പനികൾ 2 സംസ്ഥാനങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ 2 സംസ്ഥാനങ്ങളിൽ നടത്തിയിരുന്ന ഒരു അന്വേഷണത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കണ്ടെത്തലുകളും വീണയുടെ കമ്പനിക്ക് അല്ലെങ്കിൽ KSIDCക്ക് CMRLന് ഒക്കെ എതിരായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണമെന്നും ഒരു സീരിയസ് ഫ്രോഡ് അവിടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ആദ്യം ഫോം ചെയ്തിരുന്ന ഒരു ടീമിനെ വിപുലീകരിച്ചുകൊണ്ട് പുതുതായിട്ടുള്ള ഒരു നേതൃത്വം അതിലേക്ക് കൊണ്ടുവരികയും 3 അഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരെ അതിലേക്ക് ചേർക്കുകയും ചെയ്തതിന് ശേഷം ഒരു 6 അംഗ സംഘം ഇപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് KSIDCക്ക് ഒരു റിലീഫ് കിട്ടിയില്ല എന്നതുപോലെ തന്നെ അവിടെ കർണാടകയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു റിലീഫ് ശ്രീമതി വീണയ്ക്ക് കിട്ടാനുള്ള സാധ്യതകളും കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് അവരുടെ വെൽ വിത്തിൻ റൈറ്റ്സ് എന്ന് നമുക്ക് പറയാവുന്ന കാര്യമാണ്. തന്നെയുമല്ല അതിന് ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഭയവും ഇല്ല എങ്കിൽ, നിങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല എങ്കിൽ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്ററിം ഓർഡറും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അന്വേഷണം ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തേണ്ടുന്ന ഒരു ആവശ്യം ഒരു കോടതിക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നേരെ മറിച്ച് അവിടെ ഒരു സേവനം ലഭിച്ചിട്ടില്ല, പക്ഷേ അവിടെ പണം കിട്ടിയിട്ടുണ്ട്. തന്നെയുമല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ആ സേവനം എന്താണ് എന്നതിനെ പറ്റി ആ കമ്പനിയിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് വന്നിട്ട് അതിലൊരു മണി ലോണ്ടറിങ്ങിന്റെ സാധ്യത, അല്ലെങ്കിൽ ആരാണ് ഈ CMRL എന്ന് പറയുന്ന കമ്പനിയെ ഒക്കെ നിയന്ത്രിക്കുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അന്വേഷണം ഏതെങ്കിലും രീതിയിൽ മരവിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം KSIDC കേരള ഹൈക്കോടതിയിൽ വന്നതിന് ശേഷം അവിടെ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ഈ അന്വേഷണം എന്ന് പറയുന്നത് 3 തരത്തിൽ പ്രശ്നമാണ് എന്നാണ് അവർ പറഞ്ഞത്. അതിലൊന്ന് അവർ പറയുന്നത് ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു അന്വേഷണമാണെന്നാണ്, ഇല്ലീഗലാണ് എന്നതിൽ അവർ പറയുന്നുണ്ട്. 2, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊതുതാൽപര്യം കണ്ടെത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല, ആ ഒരു പൊതുതാൽപര്യം ബോധിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിലൊരു പൊതുതാൽപര്യം ഇല്ല എന്ന നിലയ്ക്കാണ് അവർ മറുപടി നൽകുന്നത്. തന്നെയുമല്ല ഈ വിവിധ അന്വേഷണ ഏജൻസികളുടെ മിസ്യൂസ് ഓഫ് പവർ ആണ്, അഥവാ അധികാര ദുർവിനിയോഗമാണ് അവർ നടത്തുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. തന്നെയുമല്ല ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന വീണ വിജയന്റെ കമ്പനിയെ ന്യായീകരിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇവരും ആവർത്തിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ ഭാഗം കേട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞു. പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ കമ്പനികൾക്കെല്ലാം തന്നെ നോട്ടീസ് അയച്ചതിന് ശേഷമാണല്ലോ അവരിൽ നിന്ന് ഇൻഫർമേഷൻ എല്ലാം തന്നെ ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഒരു വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, KSIDC കേരള ഹൈക്കോടതിയിൽ പോകുന്നത് കേവലം ഒരു സ്റ്റേ എന്നതിനപ്പുറത്തേക്ക് അവരുടെ ആ ഒരു പെറ്റീഷൻ നമ്മൾ പരിശോധിച്ചാൽ അത് കാണാം. അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലീഗലാണ് എന്നതുകൊണ്ടും, അതായത് അന്വേഷണ ഏജൻസികളുടെ ഭാഗമായിട്ട് നടക്കുന്ന നടപടികളെല്ലാം തന്നെ ഇല്ലീഗലാണ്, അത് അധികാര ദുർവിനിയോഗമാണ്, അതിൽ പൊതുതാൽപര്യമില്ല എന്നതുകൊണ്ട് ഈ ഓർഡർ ക്വാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു എൻക്വയറിയുടെ ആവശ്യമേ ഇല്ല, സ്റ്റേ പോലും അല്ല പറയുന്നത്, പക്ഷെ ഈ ഉത്തരവ് ക്വാഷ് ചെയ്യണം. കാരണം അതിൽ അവർ പറയുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കേട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള നീതി അവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. തന്നെയുമല്ല ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ROC ഇഷ്യൂ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ SFI ഒക്കെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓർഡറുകളെല്ലാം തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറാണ്. അതിൽ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർഡർ പുറത്താക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള റീസൺസും അതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു നീതിയുടെ വയലേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓർഡറുകളെല്ലാം തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരിതിനെപ്പറ്റി അങ്ങനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം പിന്നീട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മനോരമ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ മനോരമ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് CMRLനോട് KSIDC വിശദീകരണം ചോദിക്കുകയും
എന്നാൽ ആ വിവരം അവർ ഈ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. അപ്പൊ ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 2023 കഴിഞ്ഞ 2023 ഒക്ടോബർ മാസം 27-ാം തീയതി മലയാള മനോരമയുടെ ചീഫ് റിപ്പോർട്ടർ നൽകിയിരിക്കുന്ന ഒരു വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായിട്ട് KSIDC കൊടുത്തിരിക്കുന്ന അവരുടെ റിപ്ലൈ ആണ്. ആ റിപ്ലൈയിൽ, ആ അപേക്ഷയുടെ മറുപടിയിൽ അവർ കൊടുത്തിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ്: എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്കും അതിന്റെ ഉടമയ്ക്കും പണം നൽകിയതായി ബന്ധപ്പെട്ട ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലിൽ CMRL-നോട് KSIDC റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ നടപടിയുടെ വിശദാംശങ്ങൾ കമ്പനിയിൽ നിന്ന് ആരാഞ്ഞിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് ഒരു ഓർഡർ ഉണ്ടാവുകയും ആ ഓർഡറിൽ CMRL-നെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു 13.4% സ്റ്റേക്കുള്ള നമ്മുടെ KSIDC എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനം അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞതിന് ശേഷം തന്നെ ഇപ്പൊ ഏതാണ്ട് 3-4 മാസമായിട്ടുണ്ട്. അപ്പൊ അത്രയും കാലമായിട്ടുണ്ട്. ഇനി അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മറുപടി എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇവരുടെ ഉത്തരം മറുപടി ലഭ്യമായിട്ടില്ല എന്നാണ്. അപ്പോൾ ലഭ്യമായിട്ടില്ല ഒക്ടോബർ മാസം 27-ാം തീയതി വരെയും എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി ആ മേൽ വിഷയത്തിൽ എന്ത് നടപടിയാണ് KSIDC സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ അവരോട് കാര്യങ്ങൾ ചോദിച്ചു, അവിടെ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്നത് എന്തോ ഒരു അധികാരമുള്ളത് കൊണ്ടാണല്ലോ KSIDC ചോദിക്കുക. അത് ചോദിച്ചിട്ടുണ്ട്, അതിൽ മറുപടി കിട്ടിയിട്ടില്ല. ഇനി അതിൽ എന്ത് തീരുമാനം വേണമെന്നുള്ളതിനെ പറ്റി അവർ ഒക്ടോബർ മാസം 27-ാം തീയതിയും അവരെടുത്തിട്ടില്ല. ഇനി നോക്കൂ, ഇവിടെ എക്സിബിറ്റ് 8 എന്ന് പറഞ്ഞിട്ട് അവർ ഹാജരാക്കിയിരിക്കുന്ന CMRL-ന്റെ ROC-യുടെ അല്ലെങ്കിൽ SFIയുടെ ഈ എൻക്വയറി ഓർഡർ ഉണ്ട്. ആ ഓർഡറുമായി ബന്ധപ്പെട്ട് അവർ നൽകിയിരിക്കുന്ന മറുപടിയും അവരവിടെ കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അതിൽ ഒരു ഭാഗത്തും അവർ ഈ രീതിയിൽ ഒരു വിശദീകരണം CMRL-നോട് ചോദിച്ചിരിക്കുന്നതിനെ പറ്റി അവരൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല. പകരം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഞങ്ങൾക്ക് CMRL എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഒരു ലിമിറ്റഡ് റിലേഷൻഷിപ്പ് മാത്രമാണ്. ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണുള്ളത്. അതിൽ ഒന്ന് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റേതും മറ്റേതൊരു ഇഷ്യൂവർ കമ്പനി എന്ന നിലയ്ക്കുള്ള ബന്ധമാണ്. തന്നെയുമല്ല, ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ലിമിറ്റഡ് റൈറ്റ്സ് ആണ് KSIDC-ക്ക് CMRL-ഉള്ളത്. കാരണം അതൊരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന്റെ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ കമ്പനി ആക്ട് അനുസരിച്ച്. അതുകൂടാതെ തന്നെ ഇവർ അവസാനം പറയുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം: അവരുടെ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസിലോ മാനേജ്മെന്റിലോ അവരുടെ കമ്പനിയുടെ കൺട്രോളിലോ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഇല്ല. പക്ഷെ എന്നിട്ടും അവര്, ഞാൻ പറഞ്ഞതുപോലെ, എന്തോ അധികാരമുള്ളത് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒക്ടോബറിൽ പറഞ്ഞിരിക്കുന്ന മറുപടിയിൽ അവർ ഈ വിവരങ്ങൾ CMRL-നോട് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് ആണ് എന്നിവർ പറയുമ്പോൾ കമ്പനി ആക്ടിലെ തന്നെ ചാപ്റ്റർ 9 അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നതിൽ സെക്ഷൻ 128(3) പറയുന്ന ഒരു ലൈൻ ഇങ്ങനെയാണ്: The books of account or other books and papers maintained by the company within India shall be opened for inspection at the registered office of the company or at such other place in India by any director during business hours. അതായത് ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ ആ സ്ഥാപനത്തിന്റെ ബുക്സ്, രേഖകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിലുള്ള ഒരു ഡയറക്ടർക്ക് ഏത് സമയത്തും, അവരുടെ പ്രവൃത്തി ദിവസം ഏത് സമയത്തും ഇതിനെപ്പറ്റി ചോദിക്കാം എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ചോദ്യം അവരോട് ചോദിക്കുന്നു, അവരുടെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടിയിട്ടില്ല, എന്ത് നടപടി എടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്ഥിരം ഡയറക്ടർ അവിടെ ഉണ്ടെങ്കിൽ KSIDC-ക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നൊരു ചോദ്യത്തിനെ പറ്റി അവർ മിണ്ടിയിട്ടില്ല. അതൊരുപക്ഷെ മിണ്ടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ ഭാഗം അവർ കോടതിയിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രി ഈ പറയുന്ന കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിലും ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് സുതാര്യവും നിയമപരവുമാണ് എന്നൊക്കെ പറയുകയും തന്റെ കൈകൾ ശുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നതെല്ലാം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അണികളെ, ആവേശമുള്ള അണികളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ ഉപകരിച്ചേക്കാം. പക്ഷേ നമ്മുടെ മുന്നിൽ സംസാരിക്കേണ്ടത് വസ്തുതകളാണ്. ആ വസ്തുതകൾ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ മകൾക്കോ KSIDC-ക്കോ CMRL-നോ ഒന്നും തന്നെ അനുകൂലമല്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുത. ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. പറഞ്ഞോ. ഈ കത്തിന് മറുപടി വളരെ ലാഘവത്തോടു കൂടി ഞങ്ങളുടെ ഇതിന്റെ ദൈനംദിന നടത്തിപ്പിൽ KSIDC-ക്ക് നേരിട്ട് പങ്കില്ല എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ ഒരു തെറ്റാണ്. കാരണം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി ലിസ്റ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, ആ സമയത്ത് കൃത്യമായി സെബിക്ക് കൊടുക്കുന്ന അഫിഡവിറ്റിൽ പ്രൊമോട്ടർ കമ്പനി
അതായത് കമ്പനീസ് ആക്ടിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ള പ്രൊമോട്ടർ കമ്പനിയാണ്. നമ്മളെ കർത്തയെ പോലെ തന്നെ ഉത്തരവാദിത്വമുള്ള പ്രൊമോട്ടർ ഡയറക്ടർ കൂടിയാണ് KSIDC. അങ്ങനെ ഒരു പ്രൊമോട്ടർ ഡയറക്ടർക്ക് ആ കമ്പനിയുടെ ദൈനംദിന നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ ഒരു തെറ്റാണ്. വ്യക്തമാണ് ഷോൺ. അഡ്വക്കേറ്റ് സതീഷ്, കൈകൾ ശുദ്ധമാണെങ്കിൽ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ SFIOയുടെ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഇത് നോക്കൂ, കേരള ഹൈക്കോടതിയിൽ KSIDC ഈ അന്വേഷണം തടയാൻ വേണ്ടി ഹർജി കൊടുക്കുന്നു. ഇപ്പോഴിതാ എക്സാലോജിക്, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനം തന്നെ അത് അടച്ചുപൂട്ടിപ്പോയി. ആ സ്ഥാപനം തന്നെയാണ് ഇപ്പോൾ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നാളെ ആ ഹർജി പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് വൈദ്യനാഥനല്ല, അവിടെ ഒരു കുൽക്കർണിയെയാണ് അഭിഭാഷകനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഇനി കുൽക്കർണിയും വൈദ്യനാഥനൊക്കെ ബന്ധമുണ്ടോ എന്ന് ഒന്ന് ആഴത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ സത്യവും ചിലപ്പോൾ പുറത്തു വന്നേക്കാം. അഡ്വക്കേറ്റ് സതീഷ്, നമുക്ക് വക്കാലത്തിരുന്നത് വക്കീലന്മാർ പല ബന്ധങ്ങളും കാണും. അതല്ല അത് നമുക്ക് പ്രശ്നമല്ല. ഞാനിത് ഷോണിൻ്റെ അടുത്ത് ഒരു ചോദിക്കാം. ഷോനെ, 12-ാം തീയതി കേരള ഹൈക്കോടതി ഈ ഷോൺ കൊടുത്ത ഒരു കേസിന് വരണമല്ലോ. 12-ാം തീയതി ഒരു കേസുണ്ടല്ലോ, അത് എന്താണ് കേസെന്ന് ഒന്ന് ഷോൺ ഒന്ന് പറയണം. കാര്യം എന്ന് വെച്ചാൽ കമ്പനി ആക്ട് 111 ഇവോക്ക് പറ്റില്ല, 112 ഇവോക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോൺ കൊടുത്തതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണല്ലോ 12-ാം തീയതി. അതിന് ഹൈക്കോടതി ഒരു 3-അംഗ സമിതിയും വെച്ചിട്ടുണ്ട്. ആ സമിതി അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ SFIOയുടെ ഒരു അന്വേഷണം വരുമ്പോഴത്തേക്ക് അതിനെതിരായിട്ട് കോടതിയിൽ പോകുന്നതിൽ എന്താണ് തെറ്റ് ഷോനെ? അതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. നിങ്ങളെന്താ 12-ാം തീയതി ഒരു കാത്തിരിക്കാത്തത്? നിങ്ങൾ കൊടുത്ത കേസല്ലേ? ഞാൻ ഷോണിൻ്റെ അടുത്ത് ഞാനും ഒരു അഭിഭാഷകനും താങ്കളും ഒരു അഭിഭാഷകനാണോ? അങ്ങനെ ആണെങ്കിൽ അത് നിലനിൽക്കുമ്പോഴത്തേക്ക് ഒരു ഇൻസ്റ്റൻ്റായിട്ട് വേറൊരു കേസ് എന്തിനാണ് പോകുന്നത്? ഷോണെ, ഒരു കാര്യം പറയുന്നത്, നമ്മൾ എന്തെല്ലാം അന്വേഷണങ്ങളാണ് ഇതിനിടെ. അല്ല അത് പറയൂ, ഒന്ന് പറയൂ ഷോണെ. ഞാൻ മറുപടി അഭിഭാഷകനോട് ചോദിച്ച ചോദ്യമാണ്, പ്ലീസ്. എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം തന്നെ പറയട്ടെ. ഇന്ന് AK ബാലൻ സഖാവ് പറഞ്ഞതാണ് 110 എന്നുള്ളത്. ആ 110 അതേപടി സാറും ആവർത്തിക്കുന്നത്. ശരിക്കും 210 എൻക്വയറിയാണ് ഓൾറെഡി. അതായത് ജനുവരി മാസം 12-ാം തീയതി 210 അനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്യുകയും അത് 15-ാം തീയതി കോടതി, ജനുവരി മാസം 15-ാം തീയതി കോടതി കേസ് എടുക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അത് ആ ഓർഡർ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആ ഓർഡർ സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഒബ്ജക്ഷൻ കോടതിയിൽ പറയുക, എൻ്റെ അഭിഭാഷകൻ എൻ്റെ ഒബ്ജക്ഷൻ 210 അല്ല എൻക്വയറി ആവശ്യമുള്ളത്, 212 അനുസരിച്ചുള്ള എൻക്വയറിയാണ് ആവശ്യമുള്ളതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്തുകൊണ്ടാണ് അതിന് മുമ്പുണ്ടായിരുന്ന സിറ്റിംഗ് ഡേറ്റിൽ ഹൈക്കോടതി കൃത്യമായി ഓർഡറിൽ കൃത്യമായി SFIOയെ സംബന്ധിച്ച് SFIO എൻക്വയറി എന്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ SFIO എൻക്വയറിയെ സംബന്ധിച്ച എന്റെ ആവശ്യത്തിനുള്ള ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്ന് കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങൾ, അങ്ങ് ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം, എന്തുകൊണ്ട് SFIO എൻക്വയറിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ എന്തുകൊണ്ട് വിശദീകരണം നൽകിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശാസനയുടെ രൂപത്തിൽ ആണ് ഹൈക്കോടതി അന്ന് സമീപിച്ചതെന്ന് പിറ്റേ ദിവസത്തെ മുഴുവൻ പത്രങ്ങളിലും ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കഴിഞ്ഞ 24-ാം തീയതി അവധിയിൽ വൈദ്യനാഥൻ സാർ ഉൾപ്പെടെ ഇവിടെ കേരള ഹൈക്കോടതിയിൽ ഓൺലൈൻ അപ്പിയർ ചെയ്ത അന്ന് കോടതി കേന്ദ്ര സർക്കാർ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടത്, നിങ്ങള് ഈ 210 അനുസരിച്ചുള്ള എൻക്വയറി അത് എനിക്ക് എന്താണെന്ന് നന്നായിട്ട് അറിയാം. അത് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എൻക്വയറി മാത്രമാണ്, അല്ലെ കമ്പനിയെ മാത്രം പ്രതിപാദിക്കുന്ന എൻക്വയറിയാണ്. അഴിമതിയെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളോ എൻക്വയറിയെ സംബന്ധിച്ച് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ, ഡെപ്യൂട്ടി സോളിസിറ്റർ അറ്റോർണി ജനറലിനെ പ്രതികരിച്ച അഭിഭാഷകൻ അവിടെ പറഞ്ഞത്, ഇത് 210 എൻക്വയറി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, 212 എൻക്വയറിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ 2 ആഴ്ചത്തെ സമയം ചോദിച്ചു. ആ 2 ആഴ്ച എന്നുള്ളത് 20 ദിവസമായി കൊടുത്ത് അതാണ് ഈ വരുന്ന തിങ്കളാഴ്ച കോടതിയിൽ വരാൻ പോകുന്നത്. സ്വാഭാവികമായി എന്തുകൊണ്ട് SFIO ഇല്ല എന്നുള്ള ചോദ്യമാണ് കോടതി കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ അടുത്ത് ഉന്നയിച്ചത്. അതിനിടയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു, റെയ്ഡും കഴിഞ്ഞു, വേണ്ട തെളിവുകളും കിട്ടിയതിന് ശേഷം ഇപ്പോ കോടതിയെ സമീപിക്കുന്നതിന്റെ അർത്ഥം, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടെ, മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ തന്നെ എനിക്ക് മടിയിൽ കനമില്ല.
പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? കോടതിയെ സമീപിക്കാൻ എന്താണ്? ഞങ്ങളെ ഹറാസ് ചെയ്യാൻ പാടില്ല, അല്ല അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു, അതാണ് ഷോണിന്റെ ചോദിച്ചത്. നമ്മൾ പിന്നെ 12-ാം തീയതി 15-ാം തീയതി ഇരിക്കുന്ന കേസാണ്. ആ കേസിന് മുമ്പ് എന്താണ് SFIO വന്നതെന്നാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു കോടതിയിൽ ഷോനെ എനിക്കറിയാമെന്ന് വെച്ചാൽ കോടതിയിൽ നമ്മൾ ഇപ്പം ഷോണിനെതിരായിട്ട് അല്ലെങ്കിൽ എനിക്കെതിരായിട്ട് കോടതിയിൽ ഇരിക്കുന്ന കേസ് ഇരിക്കുമ്പോൾ അതിന് മുമ്പേ നമുക്ക് ഒരു അറസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോളൂ. നമ്മൾ അതിന് മുമ്പേ വന്ന് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ കേസ് ഇരിക്കുന്നതിന് മുമ്പേ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ലേ? ഒന്ന് മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പം വിശദീകരിച്ചോട്ടെ. കാരണം ഈ കേസ് ഉണ്ടായത് എവിടെ നിന്നാണ്? സെപ്റ്റംബർ മാസം 23-ാം തീയതി ഞാൻ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും SFIO ഡയറക്ടറിന് ഞാൻ കൊടുത്ത പരാതിയിന്മേൽ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അല്ലാതെ ഒരു പെറ്റീഷനുമായി ഞാൻ ഹൈക്കോടതിയെ സമീപിക്കായിരുന്നില്ല. എന്റെ പെറ്റീഷന്മേൽ എന്റെ പരാതിയിലെ റെസ്പോണ്ടന്റ് 1 എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും റെസ്പോണ്ടന്റ് 2 എന്ന് പറയുന്നത് SFIO ഡയറക്ടറുമാണ്. ഞാൻ അവരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഞാൻ എന്റെ റിട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ പരാതി എന്താണ്? ഞാൻ കൊടുത്ത പെറ്റീഷന്മേൽ നടപടി സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഞാൻ കോടതിയെ സമീപിച്ചത്. എന്റെ പെറ്റീഷന്മേൽ കൃത്യമായ നടപടി SFIയും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയവും സ്വീകരിച്ചില്ല എന്നുള്ള എന്റെ പരാതി എന്തുകൊണ്ട് ഇത് പരിഗണിച്ചില്ല? ഞാൻ അതിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് കോടതിയിലിരിക്കുന്ന ഈ കേസ് നമുക്ക് കോടതി പറയേണ്ട അത് SFIO അത് അന്വേഷണമാണെങ്കിൽ അന്വേഷിക്കട്ടെന്നേ. അത് ആര് പറഞ്ഞല്ലോ? അതിന് മുമ്പുള്ള ഒരു അന്വേഷണത്തിനാണ് നമ്മൾ ഒരു ചോദ്യം ചെയ്യുന്നത്. അത് വരുമ്പോഴത്തേക്ക് ഒരു മിനിറ്റ് സാറിന് ഇഷ്ടംപോലെ നിങ്ങൾ 4 പേര് ഇരിക്കല്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഷോണേ, അങ്ങനെ ആണെങ്കിൽ അന്ന് താങ്കൾ എന്ന് പറഞ്ഞത് താങ്കൾ നിന്ന് എവിടെയാണ് നിന്നത്? ഇന്നെന്ന് പറഞ്ഞാൽ താങ്കൾ ഇന്ന് BJPയുടെ ഇതിലാണ് നിൽക്കുന്നത്, ഒരു പെറ്റീഷനാണ്. അന്നും താങ്കൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, എന്റെ രാഷ്ട്രീയവും ഈ കേസുമായി കേരള ജനപക്ഷത്തിന്റെ എല്ലാത്തിനും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് അതല്ല വിഷയം. കൈകൾ ശുദ്ധമാണ്, കൈകൾ ഉയർത്തിക്കാട്ടിയ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിന് അന്വേഷണത്തെ ഭയപ്പെടുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അന്വേഷണം ഭയപ്പെട്ടാലും ഭയപ്പെട്ടില്ലെങ്കിലും അന്വേഷണം നമ്മളിനി ഭയപ്പെട്ടാൽ നിങ്ങളെ കൈ ശുദ്ധമാണ്, മനസ്സ് ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്നത് അതൊന്നല്ല. ഇങ്ങനെ ഒരു കേസ് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെ പോകുന്നത് ശരിയായ നടപടിയാണ്. അത് കോടതിയുടെ അലക്ഷ്യമല്ലേ എന്നാണ് ഞാൻ മാത്രം ചോദിച്ചത്. പിന്നെ ഒരു കാര്യം മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്, എന്നാണ് അനിൽ പറഞ്ഞാൽ മതിയാ? അത് അനിൽ മാത്രം പറഞ്ഞാൽ പോരാ, കോടതിക്ക് ബോധ്യപ്പെട്ടേ. എന്നാലും നമ്മൾ കോടതിയിലൊന്നും പറഞ്ഞല്ലോ. അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെട്ടല്ല കോടതിയെ സമീപിച്ചത്. ആവശ്യപ്പെട്ടല്ല കോടതിയെ സമീപിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് വീണ്ടും ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ അവർ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ. അത് പിന്നെ എന്തിനാണ് ഇപ്പൊ അന്വേഷണത്തിന് വന്നത്? ഞാൻ കോടതിയെ സമീപിച്ചപ്പോൾ അവർ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അതാണ് കേസ്. അല്ല അതുകൊണ്ടാണോ ഇദ്ദേഹത്തോടൊക്കെ ചോദിച്ച് മുഖ്യമന്ത്രിയോടും ഒരു വ്യവസ്ഥാപിത താല്പര്യമുണ്ട്. ദേവൻ രാമേന്ദ്ര ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരിടത്തും ഇക്കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടോ? എൻക്വയറി മാത്രമേ ഒറ്റ കാര്യം സതീഷ്, ഒരു മിനിറ്റ്. ഷോൺ ഒറ്റ കാര്യം, ഒരു നിമിഷം ഷോണെ, ഒറ്റ കാര്യം. ഷോണെ, ഈ അതായത് പിന്നെ കോടതിയിൽ ഈ വിഷയം SFIO അന്വേഷണം അത് പിന്നെ താങ്കൾ ആവശ്യപ്പെട്ടല്ല കോടതിയെ സമീപിച്ചത്. ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ചൂണ്ടിക്കാണിക്കൽ ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് കേന്ദ്രം ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയത് ശരിയായില്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പരാമർശം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? കോടതിക്ക് അതൃപ്തിയുണ്ടോ? എന്തുകൊണ്ടാണ് അന്വേഷണം താമസിക്കുന്നതെന്നുള്ള പരാമർശമാണ് അവിടെ ഉണ്ടായത്. എന്തുകൊണ്ട് SFIയുടെ
ഇൻസ്ട്രക്ഷൻ വന്നില്ല, SFI എൻക്വയറി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ നമ്മളെല്ലാം കണ്ടത് ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞ വീണയുടെ അമ്മയുടെ പെൻഷൻ ഇത് വെച്ചാണ് അത് തുടങ്ങിയത്. നമ്മൾ എത്ര ടീച്ചറിന്റെ ഞാനൊരു കാര്യം പറ്റി ഏതായിരുന്നാലും ശരി അങ്ങനെ നമുക്ക് തുടങ്ങിക്കൂടെ? അങ്ങ് തുടങ്ങിക്കൂടെ? നിങ്ങൾ ഇത് എനിക്ക് സോഴ്സ് ഓഫ് ഇൻകം അവരപ്പോഴും പേടിപ്പിച്ചാൽ പോലെ. UP സ്കൂളിലെ ടീച്ചർക്ക് പിന്നെ പെൻഷൻ വേറെ വരുമാന സോഴ്സ് ഓഫ് ഇൻകം കാണുമെന്ന് നോക്കണമല്ലോ. അവർക്ക് ശമ്പളം ഇല്ലായിരുന്നു, നേരത്തെ ശമ്പളം ഇല്ലായിരുന്നു. ഭർത്താവ് പറഞ്ഞ പെൻഷൻ കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല, പെൻഷൻ കൊണ്ടെന്ന് പെൻഷന്റെ കൂടെ പൈസ കിട്ടൂലേ, നേരത്തെ ശമ്പളം കിട്ടുന്ന പൈസ. ഭർത്താവ് പറഞ്ഞത് പിന്നെ നിങ്ങൾ പെൻഷൻ കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു, പിന്നെ ആവേശം? എനിക്ക് ആവേശമൊന്നുമില്ല, എനിക്ക് ആവശ്യമൊന്നുമില്ല. ഞാനിത് പറയുന്നത് ഒരു കമ്പനി തുടങ്ങിപ്പോയി എന്നുള്ള ഒരു ആ രീതിയിൽ ഇത്രയും വലിയ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ എന്തന്വേഷണം ഇതിനു മുമ്പ് എന്തെല്ലാം അന്വേഷണം വന്നു, ചെമ്പ് പാത്രം, ബിരിയാണി പാത്രം, ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയും അവരെ ഓടിയിട്ടൊന്നുമില്ല. അതല്ല പിന്നെ ഇന്ന് നിങ്ങൾ ഇന്ന് ഡൽഹിയിൽ കണ്ടല്ലോ, ഡൽഹി നിങ്ങൾ നേരത്തെ പറഞ്ഞു സമ്മേളനം നടത്തുക, സമ്മേളനമാണോ നടത്തിയത്, അവിടെ സമരം നടത്തിയെന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇന്നലെ വരെ പറഞ്ഞോന്ന് സമ്മേളനം നടത്തുന്നതാണെന്ന് ഇന്ന് ബോധ്യപ്പെട്ടല്ലോ നിങ്ങൾക്കല്ലോ. അവിടെ അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു വേണ്ടിയല്ല വന്നത്. അല്ലല്ല, ഇനി ഞാൻ ഇതിന്റെ ഒരു രാഷ്ട്രീയം ഒന്ന് പറഞ്ഞോട്ടെ.